ഫ്രണ്ട്സ്, എല്ലാവർക്കും വെരാന്ത റെസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് SSC റെയിൽവേയുടെ അടുത്ത ടോപ്പിക്കാണ് നോക്കുന്നത്. GK സീരീസിൽ ഇന്ത്യൻ എക്കോണമിയിൽ നാഷണൽ ഇൻകം ഇൻ ഇന്ത്യ. ഇതിന് മുമ്പുണ്ടായിരുന്ന അൺഎംപ്ലോയ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇതിന് മുമ്പുള്ള നമ്മൾ പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് മാത്രം നാഷണൽ, കാരണം എക്കണോമിക്സ് എസ്പെഷ്യലി കുറച്ചുകൂടെ കണക്റ്റായിട്ട് ചെയിൻഡ് ആയിട്ട് പോകുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൽ ഇനി നിങ്ങൾ പ്രീവിയസ് സെഷനിൽ എടുത്ത് കുറച്ച് ടേംസ് ആൻഡ് ടെക്നോളജീസും കൂടെ കേൾക്കുന്നതായിരിക്കും. അപ്പോൾ കൺഫ്യൂഷൻ ആവാതിരിക്കും മുമ്പത്തെ സീരീസ് മസ്റ്റായിട്ടും കണ്ടിട്ട് വരിക. ഓക്കെ, അപ്പോൾ നാഷണൽ ഇൻകം ഇൻ ഇന്ത്യ ആയിരിക്കും ഇന്നത്തെ ടോപ്പിക്ക്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നോക്കിയാൽ ഡെഫിനേഷൻ നോക്കിയേ. നാഷണൽ ഇൻകം മെഷേഴ്സ് ദ, ആക്ച്വലി അതിൻ്റെ ഉപയോഗം എന്താ? ഇറ്റ് മെഷേഴ്സ് ദി നെറ്റ് വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ഡ്യൂറിങ് എ ഇയർ ആൻഡ് ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ദ നെറ്റ് ഏൺ ഫോറിൻ ഇൻകം. അതായത് ഒരു സമയത്ത് ഒരു രാജ്യത്ത് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ സർവീസസിൻ്റെയും ആകപ്പാടെയുള്ള വാല്യൂ ആയിരിക്കും എന്ത് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ആൻഡ് അതൊരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ മെഷർ ചെയ്യുന്നൊരു സംവിധാനമായിരിക്കും. അതിനകത്ത് ഏതും കൂടെ ഇൻക്ലൂഡഡ് ആണ്? നെറ്റ് ഏൺഡ് ഫോറിൻ ഇൻകം, അതായത് ഏൺ ചെയ്യുന്ന ഫോറിൻ ഇൻകവും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതായത് നമ്മൾ ഏറ്റവും താഴത്തെ പോയിന്റ് മസ്റ്റ് നോക്കിക്കൊണ്ട് ഈ ഒരു നാഷണൽ ഇൻകത്തിനൊരു പ്രോപ്പർ ഡെഫിനിഷൻ നൽകിയത് ഏതാണ്? 1949 നാഷണൽ ഇൻകം കമ്മിറ്റിയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ്സ് ആർ എന്താണ്? അതിൻ്റെ ഡെഫിനേഷൻ എന്താണ്? നാഷണൽ ഇൻകം കമ്മീഷൻ അല്ലെങ്കിൽ നാഷണൽ ഇൻകം കമ്മിറ്റി പ്രകാരം ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് കൊമോഡിറ്റീസ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് എ പർട്ടിക്കുലർ ഇയർ. അങ്ങനൊരു പ്രോപ്പർ ഡെഫിനേഷൻ നൽകിയത് ഏത് കമ്മിറ്റിയാണ്? നാഷണൽ ഇൻകം കമ്മിറ്റി ഇൻ 1949. അപ്പോൾ നാഷണൽ ഇൻകത്തെ പറ്റി ബേസ് ആയിട്ടൊരു ഡെഫിനേഷൻ നൽകിയത് 1949 നാഷണൽ ഇൻകം കമ്മിറ്റിയാണ്. അതിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ അത് എന്താണ് ആക്ച്വലി മീൻ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് പോയിന്റ് വഴി പറയുകയും ചെയ്തു. അതിൻ്റെ അടുത്ത പോയിന്റ് നോക്കി, ഇറ്റ് മെഷേഴ്സ് ദ പ്രൊഡക്റ്റീവ് പവർ ഓഫ് ആൻ എക്കോണമി ഇൻ എ ഗിവൺ പീരീഡ് ടു ടേൺ ഔട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ ഫൈനൽ കൺസംഷൻ. അതായത് നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും ഫൈനൽ സ്റ്റേജിൽ അതിനെ കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കുന്ന ആ ഒരു യൂട്ടിലിറ്റി അളക്കുന്നതിനാണ് എന്ത് നമ്മൾ സാധാരണ അല്ലെങ്കിൽ നാഷണൽ ഇൻകത്തിൻ്റെ ഒരു പർപ്പസ് തന്നെ അത് തന്നെയാണ്. ഇനി നോക്കിയേ, എസ്റ്റിമേറ്റ് ഏത് ടൈമിലാണ് സാധാരണ നമ്മുടെ രാജ്യത്ത് ഇത് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഫൈനാൻഷ്യൽ ടൈം ഓഫ് ദി ഇയർ എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ അല്ലെ മാർച്ച് 31 മുതൽ ഏപ്രിൽ 1 വരെ. ആ ടൈമിനിടയ്ക്കാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നാഷണൽ ഇൻകം നമ്മുടെ രാജ്യത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ടൈം പീരീഡ് ആയിരിക്കും. അതിന് ഫൈനാൻഷ്യൽ ടൈം ഓഫ് ദി ഇയർ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 മുതൽ ഏപ്രിൽ 1 വരെ ആയിരിക്കും. ആൻഡ് എസ്റ്റിമേറ്റ്സ് ആർ ഡൺ ഓൺ ദ ബേസിസ് ഓഫ് ബേസ് ഇയർ. അതായത് ഒരു ബേസ് ഇയറിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം നമുക്കിപ്പം കമ്പാരിസൺ വഴി നടത്താൻ നേരം ഇന്ന വർഷത്തേക്കാൾ ഇത്രയധികം കൂടുതലുണ്ടായി നമ്മുടെ ഗ്രോത്ത് അല്ലെങ്കിൽ ഇത്രയധികം ഉണ്ടായി എന്ന് പറയണമെങ്കിൽ ഏതെങ്കിലും ഒരു ഇയർ നമ്മൾ ബേസ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. അതായത് ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ ഇതിനൊക്കെ ഇത്ര വിലയായിരുന്നു, അതിപ്പോൾ ഇത്ര വർഷം കഴിഞ്ഞപ്പോൾ ഇത്രയും കൂടി എന്ന് നമ്മൾ പറയണമെങ്കിൽ ഒരു ബേസ് ഇയർ കാണണം. ആ ബേസ് ഇയറിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള ഓരോ ഗുഡ്സിനും പ്രൈസസ് കാണണം. അത് ഓരോന്നിനും ഓരോ വില കാണും. അത് വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ ഒരു ഇയറിനെ നമ്മൾ ബേസ് ഇയർ എന്ന് പറയും. അതിനെ വെച്ചിട്ടായിരിക്കും നമ്മൾ എസ്റ്റിമേറ്റ് നാഷണൽ ഇൻകത്തിന് നടത്തുന്നത്. ആൻഡ് ദ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ റെക്കമെൻഡ്സ് ദാറ്റ്, അത് ഇതിനൊരു കുഴപ്പമുണ്ട്. കാരണം ഒരു ബേസ് ഇയർ ആകുമ്പോൾ, കാരണം ഇപ്പോൾ നമ്മൾ GDP എന്ന് പറയുന്ന കൺസെപ്റ്റ് പറയാൻ നേരം നമ്മൾ GDP അറ്റ് കറണ്ട് പ്രൈസസും GDP അറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസസ് എന്ന് പറയുന്ന രണ്ട് സംഭവം പഠിക്കും. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് വെക്കുകയാണെങ്കിൽ പഴയ വിലയെ വെച്ചിട്ട് ഇപ്പം എപ്പോഴും 10 വർഷം മുമ്പുള്ള കാര്യത്തിനെ അളന്ന് നമുക്കിപ്പം ഒരു കമ്പാരിസൺ നടത്തേണ്ട ആവശ്യകതയില്ല, എസ്പെഷ്യലി ചില ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ കാര്യം പറയുമ്പോൾ. അപ്പോൾ ചിലത് ആ ഒരു കുഴപ്പമുള്ളതുകൊണ്ട് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ പറഞ്ഞു ഓരോ 5 വർഷം കൂടുമ്പോഴും ബേസ് ഇയർ, അതായത് ഇന്നിപ്പം ഈ വർഷമാണെങ്കിൽ 2020 മുതൽ 2020 ഗുഡ്സിൻ്റെ വാല്യൂ വെച്ചിട്ട് നമ്മൾ 2025 വരെ അളക്കാവുള്ളൂ. അതിനുശേഷം പിന്നെ 2025 സെറ്റ് ആക്കിക്കോണം. അങ്ങനെ 5 വർഷം കൂടുന്തോറും ബേസ് ഇയർ റിവൈസ് ചെയ്ത് പോകണം എന്നുള്ളൊരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. മെയിൻലി ബിക്കോസ് പണ്ടത്തെ വില വെച്ചിട്ട് ചില കാര്യങ്ങൾ നമുക്കിപ്പം ബേസിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റ് നോക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോച്ചിങ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് നോക്കാം. 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡായിരിക്കും. അതായത് 6 ലെവലിൽ അനുസരിച്ച് കംപ്ലീറ്റ് ആവുന്നതനുസരിച്ച് നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാവുന്ന ഒരു എബിലിറ്റി അച്ചീവ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റിൽ. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സിനെ ഫോളോ ചെയ്തിട്ട് നിങ്ങളെ ഗ്രൂപ്പ് ആക്കിയിട്ട് ഒരു ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് ആക്കിയിട്ട് നിങ്ങളെ സർക്കിൾസ് ആക്കി ഇരുത്തും. അപ്പോൾ നിങ്ങൾക്ക് കമ്പൈൻ സ്റ്റഡി, അതായത് നിങ്ങളുടെ സ്റ്റഡി മെമ്പേഴ്സിനെ കിട്ടുക, അതോടൊപ്പം അവരോട് പഠിച്ചു പോവുക. പഠിത്തം മോണോട്ടണസ് ആവാതെ ഇരിക്കും. മാത്രമല്ല നിങ്ങളുടെ ഡൗട്ട് ക്ലാരിഫിക്കേഷനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു മെൻറ്ററും കൂടെ കാണും. ആൻഡ് നെക്സ്റ്റ് ഈസ് ദ എക്സ്ട്രീം സർക്കിൾ. എക്സ്ട്രീം സർക്കിളിൽ കുറച്ചുകൂടെ മെയിൻസ് ഓറിയൻറ്റഡ് പ്രിപ്പറേഷനാണ്. അതുകൊണ്ട് തന്നെ മെറ്റീരിയൽസിൻ്റെ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണവും കൂടും, ഒപ്പം നിങ്ങളുടെ ഇരിക്കുന്ന സെഷൻ്റെ ടൈമും കൂടും. അവിടെയും നിങ്ങൾക്ക് മെൻറ്റർ സപ്പോർട്ട് വേണം. കാരണം കുറച്ചുകൂടെ
ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി മെൻറ്റർ സപ്പോർട്ട് കാണും. അവിടെയും നിങ്ങൾക്ക് നിങ്ങളെ സർക്കിൾസ് ആയിട്ടായിരിക്കും ഇരുത്തുന്നത്, അതായത് ഗ്രൂപ്പ് ആക്കിയിട്ട് കമ്പൈൻ സ്റ്റഡി പോലെ ആയിരിക്കും പോകുന്നത്. അതിൻ്റെ അടുത്ത സെഷൻ എന്ന് പറയുന്നത് സൂപ്പർ ബാച്ച് ആണ്. ഓരോ പരീക്ഷയ്ക്കും അല്ലെങ്കിൽ ഓരോ ടയറിനും മുന്നോടിയായിട്ട് നിങ്ങൾക്കൊരു 30 അല്ലെങ്കിൽ മാക്സിമം 2 മന്ത് പ്രോഗ്രാം ആയിരിക്കും സൂപ്പർ ബാച്ച്. ഒരു മോക്ക് മെറ്റീരിയൽ തരും, എല്ലാ ടോപ്പിക്സും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ആ ഒരു പർട്ടിക്കുലർ എക്സാമിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളൊരു വർക്കൗട്ട് സെഷൻ ആയിരിക്കും സൂപ്പർ ബാച്ച്. അവിടെയും നിങ്ങൾക്ക് മെൻറ്റർ സപ്പോർട്ട് കാണും. നിങ്ങളുടെ സർക്കിൾസ് അല്ലെങ്കിൽ നിങ്ങളെ സർക്കിൾസ് ആക്കി തിരിച്ച് നിങ്ങളുടെ സ്റ്റഡി മെമ്പേഴ്സിനോടൊപ്പം മൊണോട്ടണസ് ആവാതെ പഠിച്ചു പോകാനും നിങ്ങൾക്ക് സാധിക്കും. ആൻഡ് നെക്സ്റ്റ് ഈസ് റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം, അല്ലെങ്കിൽ നമ്മൾ റിപ്പ് എന്ന് പറയും. അതായത് ഇപ്പോൾ എക്സാമൊക്കെ നിങ്ങൾ ഇത്രയും ഫേസ് ചെയ്ത് കഴിഞ്ഞു, ഇനിയും എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരാൻ സമയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ കുറച്ചൊന്ന് ഉഴപ്പ്, ആ ഒരു ഉഴപ്പ് വരാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ എന്ത് പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ ഓൾറെഡി ചെയ്ത് വെച്ച നിങ്ങളുടെ ലെവൽ പോവാതെ ഫർദർ അങ്ങോട്ട് ബൂസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ബൂസ്റ്റ് ചെയ്യാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഫൈനൽ ഫേസ് ഈസ് മോക്ക് ഇൻ്റർവ്യൂ, എസ്പെഷ്യലി IBPS PO, SBI PO പോലുള്ള എക്സാംസിന് റിയൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് എങ്ങനെയൊക്കെ പറഞ്ഞിരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ വരാം എന്നുള്ളൊരു അവയർനെസ് നിങ്ങൾക്ക് ലാസ്റ്റ് സ്റ്റേജ് വഴി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് 2 രീതിയിലുള്ള കോച്ചിങ് ഉണ്ട്, ഓഫ്ലൈനും ഉണ്ട് ഓൺലൈനും ഉണ്ട്. അപ്പം നിങ്ങളുടെ കംഫോർട്ട് ഏതാണോ, നിങ്ങളുടെ ചോയ്സ് ഏതാണോ അതിനനുസരിച്ച് തന്നേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഇന്ന് തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നോക്കിയേ, ഇപ്പം നമ്മൾ മെയിൻ കൺസെപ്റ്റ്സിലോട്ട് വരുവാണെങ്കിൽ, അതായത് ബേസ് ഇയർ എന്താണെന്ന് എല്ലാവർക്കും സെറ്റായല്ലോ. അത് വെച്ചിട്ട് ഇനിയിപ്പം അടുത്തത് നാഷണൽ ഇൻകത്തിൻ്റെ മെയിൻ കൺസെപ്റ്റ് പറയുമ്പോൾ നമ്മൾ ഓരോ ടെർമിനോളജീസ് പറയണം. അപ്പോൾ ആദ്യം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ GDP, നമ്മൾ സ്ഥിരം പത്രത്തിൽ കാണുന്നതോ ന്യൂസിൽ കേൾക്കുന്ന സംഭവമാണ്. അപ്പോൾ അതെന്താ ആക്ച്വലി അത്? ഇറ്റ് ഈസ് ദ മണി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി ഇൻ ആൻ അക്കൗണ്ടിങ് ഇയർ. അതായത് മെഷീൻസ്, എക്യുപ്മെൻറ്റ്സ്, ഓക്കെ. അതായത് ഒരു കൺട്രിയിൽ ഒരു പർട്ടിക്കുലർ സമയത്ത് ഉണ്ടാക്കുന്ന ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെ ആകപ്പാടെയുള്ള വാല്യൂ, ഒരു അക്കൗണ്ടിങ് ഇയറിലുള്ള വാല്യൂ കണക്കാക്കാനായിട്ട് നമ്മൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതല്ലാതെ ഒരു ടേമും കൂടെ വരുന്നുണ്ട്, ഏത്? നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഈ GDP വരാൻ നേരം നമ്മളൊരു കാര്യം കൂടെ ആലോചിച്ചോണം. അതായത് അതിന് മെയിൻലി അതിൻ്റെ കുറവ് നികത്താനായിട്ടാണ് നമ്മൾ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ മെഷീൻസ്, എക്യുപ്മെൻറ്റ്സ്, ടൂൾസ് പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതനുസരിച്ച് ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ അതിന് കാലപ്പഴക്കം ചെന്ന് അതിന് നാശനഷ്ടം വരുമോ അല്ലെങ്കിൽ പഴയ രീതിയിൽ പെർഫോം ചെയ്യാനോ പറ്റാത്ത അവസ്ഥ വരും. അപ്പം അതും ഒരു ഗുഡ്സ് അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതല്ലേ, അപ്പോൾ അത് ഡിപ്രീഷിയേറ്റ് ചെയ്ത് പോകും. അപ്പോൾ ആ പോകുന്നത് ആ ഒരു യൂട്ടിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുഡ്സിൻ്റെ അളവ് പോകുന്നതുകൊണ്ട് നമ്മളത് GDPക്കകത്ത് കാൽക്കുലേറ്റ് ചെയ്യത്തില്ലായിരുന്നു. പക്ഷേ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൽ അതായത് ഇങ്ങനത്തെ മെഷീൻസ്, എക്യുപ്മെൻറ്റ്സ്, ടൂൾസ്, ബിൽഡിങ്സ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഡിപ്രീഷിയേറ്റ് ചെയ്യും. അതിൻ്റെ ഈ കാലക്രമേണ അതിൻ്റെ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടുന്നതുകൊണ്ട് ആ ഒരു നഷ്ടവും കൂടെ ചേർത്തിട്ടാണ് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് നമ്മൾ പറയുന്നത്. അപ്പം GDPയിൽ ആ ഒരു കൺസെപ്റ്റ് ഇല്ല, പക്ഷേ നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൽ നമ്മൾ ആ ഡിപ്രീസിയേഷനും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം അത് തന്നെയാണ് നോക്കിയ ഫോർമുലയിൽ ഇങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ. കാരണം നമ്മുടെ ഈ പറഞ്ഞ മുമ്പ് NDPയുടെ മെയിൻ, കാരണം NDP കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇങ്ങനെ പോകുന്ന അല്ലെങ്കിൽ നശിച്ചു പോകുന്ന സാധനങ്ങളുടെ നഷ്ടവും കൂടെ നമ്മൾ മൈനസ് ചെയ്തിട്ട് നമുക്ക് ആകെപ്പാടെ എത്ര ഒരു കൺട്രിയിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ NDPയുടെ പ്രസക്തി അവിടെയാണ് വരുന്നത്. നോക്കിയേ, ഇഫ് GDP ഈസ് മെഷേർഡ് ഓൺ ദ ബേസിസ് ഓഫ് സം ഫിക്സഡ് പ്രൈസസ് ദാറ്റ് ഈസ് പ്രിവെയിലിംഗ് ഇൻ എ പോയിന്റ് ഓഫ് ടൈം ഓർ ഇൻ സം ബേസ് ഇയർ. നമ്മൾ ബേസ് ഇയറിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞായിരുന്നു. ഇറ്റ് ഈസ് GDP അറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസസ് ഓർ റിയൽ GDP. അതായത് ഏതെങ്കിലും ഒരു വർഷം നമ്മൾ ബേസ് ഇയർ ആയിട്ട് എടുക്കും. ആ വർഷത്തെ സാധന സാമഗ്രികളുടെ എത്ര നോക്കും, വില എത്ര നോക്കും. അതിനെ കമ്പയർ ചെയ്ത് ഈ വർഷം അല്ല കഴിഞ്ഞ വർഷം എത്ര വില കൂടി, വില അങ്ങനെ നമ്മൾ, അല്ലെങ്കിൽ അതിനെ കമ്പയർ ചെയ്ത് ആ ബേസ് ഇയറിൽ ഫിക്സ്ഡ് ആക്കിയിട്ടുള്ള പ്രൈസസിനെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ടുള്ള പ്രൈസസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് GDP അറ്റ് കോൺസ്റ്റൻറ്റ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും. അല്ലെങ്കിൽ GDP അറ്റ് കറണ്ട് പ്രൈസും കൂടെ ഉണ്ട്. കാരണം ഇതിനെ റിയൽ GDP എന്നും കൂടെ പറയും. അതും കൂടെ ആലോചിച്ച് വെച്ചാൽ പേരങ്ങനെ ആലോചിച്ച് വെച്ചാൽ നിങ്ങൾ ഇനിയും കൂടുതലും കേൾക്കാൻ പോകുന്ന റിയൽ GDP എന്നുള്ള ടൈമായിരിക്കും. GDP അറ്റ് കറണ്ട് പ്രൈസിൻ്റെ പ്രത്യേകത എന്താ? ഓർ കറണ്ട് ടൈം. അതായത് ഇപ്പം പ്രസൻറ്റിൽ അല്ലെ തൊട്ട് മുമ്പ് റീസെൻ്റായിട്ടുള്ള ഒരു
പ്രൈസ് നമ്മൾ അല്ലെങ്കിൽ വർഷത്തിലെ പ്രൈസസ് ഗുഡ്സിൻ്റെ പ്രൈസസ് ഫിക്സ്ഡ് ആക്കി വെച്ചിട്ട് അത് വെച്ച് എത്ര ഉണ്ട് എന്നുള്ളൊരു കമ്പാരിസൺ നടത്തുമ്പോഴാണ് GDP അറ്റ് കറണ്ട് പ്രൈസസ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കോൺസ്റ്റൻറ്റും കറണ്ടും രണ്ടുണ്ട്. നമ്മൾ മെയിൻലി റിയൽ GDP എന്ന് വിളിക്കുന്നത് കോൺസ്റ്റൻറ്റ് പ്രൈസസിനെ ആയിരിക്കും. അതായിരിക്കും കൂടുതൽ നമ്മളിനി നോക്കാൻ പോകുന്നത് അടുത്ത സെഷൻസിൽ. ഇനി നിൽക്കുക GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഉണ്ട്, GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് ഉണ്ട്, രണ്ട് സാധനങ്ങളും ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് ഫാക്ടർ കോസ്റ്റ് എന്താ, മാർക്കറ്റ് പ്രൈസ് എന്താണെന്നും കൂടെ നോക്കണേ. അതായത് ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കുറച്ച് ടേംസ് നമുക്ക് മനസ്സിലാവുമ്പോഴാണ് കുറച്ചുകൂടെ എക്കണോമിക്സ് സ്മൂത്തായിട്ട് പഠിക്കാൻ പറ്റുന്നത്. അപ്പം ഫാക്ടർ കോസ്റ്റ് മാർക്കറ്റ് പ്രൈസ് എന്താണെന്ന് ഡെഫിനറ്റ്ലി നോക്കിക്കോണം. ആക്ച്വൽ പ്രൊഡക്ഷൻ at which goods and services അതായത് ആക്ച്വൽ പ്രൊഡക്ഷൻ അറ്റ് വിച്ച് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഫേംസ് ഇൻ അതൊരു എക്കോണമിയിലൊരു കൺട്രിയിൽ നമ്മളൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ചിലവായതാണ്. അത് ഇതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? ലാൻഡ്, ലേബർ, പിന്നെ ക്യാപിറ്റൽ. അതായത് ഏതെങ്കിലും ഒരു ഫേം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റോ മെറ്റീരിയൽസിനായിട്ട് ചിലവാക്കേണ്ട പൈസ, പിന്നെ അതിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് കൊടുക്കേണ്ട പൈസ, പിന്നെ ആ ഒരു സ്ഥലം ഇരിക്കുന്ന സ്ഥലത്തിന് കൊടുക്കേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കോസ്റ്റ് കാണും, അതിൻ്റെ ഒരു വില കാണും. അതാണ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിനകത്ത് ടാക്സ് ഒക്കെ വരത്തില്ലേ, ടാക്സും കൂടെ ചേർന്നിട്ട്, അതായത് മാർക്കറ്റ് പ്രൈസിനകത്ത് ഇൻഡയറക്റ്റ് ടാക്സും പിന്നെ ഗവൺമെൻറ് എന്തെങ്കിലും സബ്സിഡി കൊടുക്കുകയാണെങ്കിൽ അത് കളഞ്ഞിട്ട് ഇൻഡയറക്റ്റ് ടാക്സസും കൂടെ ചേർത്തിട്ട് വരുന്ന ഒരു വിലയായിരിക്കും മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. കാരണം നമുക്കത് റീറ്റെയിലിങ്ങും ഹോൾസെയിലിങ്ങും പ്രൈസ് എന്താണെന്ന് നമുക്ക് പറയാതെ തന്നെ അറിയാം. അപ്പോൾ ആ ഒരു രീതിയിൽ കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ ഫാക്ടറിയിൽ നിന്ന് ഇറക്കുന്ന അതേ വില അല്ലാതെ മാർക്കറ്റിൽ വരുമ്പോൾ അതിന് ഇൻഡയറക്റ്റ് ടാക്സസും കൂടെ ചേർന്നിട്ട് ഒരു വിലയായിരിക്കും വരുന്നത്. അതായിരിക്കും ബേസിക്കലി മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി നോക്കിയാൽ GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാലോ ഈസ് എസ്റ്റിമേറ്റഡ് ആസ് ദ സം ഓഫ് നെറ്റ് വാല്യൂ ആഡഡ് ബൈ ദ ഡിഫറെൻറ്റ് പ്രൊഡ്യൂസിങ് യൂണിറ്റ്സ്. നമ്മുടെ രാജ്യത്തുള്ള ഡിഫറെൻറ്റ് ഫേംസ്, പ്രൊഡക്ഷൻ കമ്പനീസിൻ്റെ ആ ഒരു പർട്ടിക്കുലർ ടൈമിലെ കമ്പൈൻഡ് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് ആയിട്ടുള്ള ഒരു മെത്തേഡിലായിരിക്കും GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ ഒരു ഫോർമുലയും കൂടെ ഉണ്ട്. GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈസ് ഈക്വൽ ടു GDP അറ്റ് ഫാക്ടർ കോസ്റ്റ് മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള ബന്ധമാണ്. GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇൻഡയറക്റ്റ് ടാക്സസ് പ്ലസ് സബ്സിഡീസ്. കാരണം മാർക്കറ്റ് പ്രൈസിൽ ഇൻഡയറക്റ്റ് ടാക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് സബ്സിഡീസ് കളയുക ചെയ്യുന്നത്. അപ്പം മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ ഫാക്ടർ കോസ്റ്റ് വരാൻ നേരം മാർക്കറ്റ് പ്രൈസിൻ്റെ GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇൻഡയറക്റ്റ് ടാക്സസ് പ്ലസ് സബ്സിഡീസ് വരും. അപ്പം ഫാക്ടർ കോസ്റ്റും മാർക്കറ്റ് പ്രൈസുള്ള റിലേഷൻ നമുക്ക് ഈ ഫോർമുലയിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇനി നോക്കിയാൽ GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് ഇൻക്ലൂഡ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് എക്സ്ക്ലൂഡ്സ് ദ സബ്സിഡീസ് ഗിവൺ ബൈ ദ ഗവൺമെൻറ് നൽകുന്ന സബ്സിഡീസ് എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ഇൻഡയറക്റ്റ് ടാക്സസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ടെർമിനോളജിയാണ് GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ടേം നോക്കി ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ GNP. അപ്പം അതും എന്താണ്? മണി വാല്യൂ ഓഫ് ടോട്ടൽ ഔട്ട്പുട്ട് ഓർ പ്രൊഡക്ഷൻ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ നാഷണൽസ് ഓഫ് എ കൺട്രി ഡ്യൂറിങ് എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. അതായത് ഇവിടെ ഇപ്പോൾ GDP തമ്മിലുള്ള മെയിൻ വ്യത്യാസം നമ്മൾ അടുത്ത സ്ലൈഡ് നോക്കുന്നതായിരിക്കും. അതല്ലാതെ ഒരു ജനറൽ കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർ തന്നെ നമ്മുടെ കൺട്രിയിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കൺട്രിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആ മണിയുടെ ടോട്ടൽ വാല്യൂ ആണ് ഒരു പർട്ടിക്കുലർ ഇയറിലെ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ടോട്ടൽ വാല്യൂ ആണ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ GNP എന്ന് പറയുമ്പോൾ GDP ആയിട്ട് കണക്ട് ആയിട്ടുള്ള സാധനമല്ലേ, അതെങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നത്? GDP പ്ലസ് എക്സ് മൈനസ് എം. അപ്പോൾ എക്സും എം എന്താണെന്ന് നോക്കിയാൽ ഇവിടെ ഇൻകം റിസീവ്ഡ് ബൈ നാഷണൽസ് ഫ്രം ഫോറിൻ കൺട്രീസ്. അതായത് നമ്മുടെ ഗൾഫിലുള്ള ആൾക്കാരല്ലേ, ഫ്രം ഫോറിൻ കൺട്രീസ്, നമ്മുടെ ആൾക്കാർ തന്നെ ഗൾഫിൽ കാണും. അപ്പോൾ അവർ
പണം സമ്പാദിച്ചിട്ട് ഇങ്ങോട്ട് അയക്കാറില്ല. അപ്പോൾ ആ ഒരു സംഭവം ഈ എക്സിനകത്ത് വരുന്നതാണ്. അതായത് ഇൻകം റിസീവ്ഡ് ബൈ നാഷണൽസ് ഫ്രം ഫോറിൻ കൺട്രീസ്. എം എന്ന് പറയുന്നത് ഇൻകം റിസീവ്ഡ് ബൈ ഫോറിൻ നാഷണൽസ് വിതിൻ ദ കൺട്രി. അതായത് നമ്മുടെ കൺട്രിയിൽ തന്നെ വിദേശത്തെ ആൾക്കാർ കാണാം, അവർ എന്ത് സമ്പാദിക്കുന്ന പൈസ നമുക്ക് വേണ്ട, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിൽ നമ്മൾ കൂട്ടാറില്ല, അത് നമ്മൾ മൈനസ് ചെയ്യും. അപ്പോൾ ജി ഡി പിയിൽ ഇതൊക്കെ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് എന്ത് GNP കിട്ടണമെങ്കിൽ ഈ ഫോറിൻ നാഷണൽസ് ഉണ്ടാക്കുന്ന പൈസ കളഞ്ഞിട്ട് നമ്മുടെ ആൾക്കാരുണ്ടാക്കുന്ന, പുറത്തു നിന്നുള്ള ആൾക്കാരാണെങ്കിലും ഉണ്ടാക്കുന്ന പൈസ ആഡ് ചെയ്യണം. അങ്ങനെയാണ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇനി നോക്കി അടുത്ത ടേം എന്ന് പറയുന്നത് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ NNP. അപ്പോൾ NNPയും GNPയും തമ്മിലൊരു ബന്ധമുണ്ട്. NNP ഈസിക്കൽ ടു GNP അല്ലെങ്കിൽ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ. നമ്മൾ GDP ബേസ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സെയിം ബന്ധമാണ് NNPയും GNPയും തമ്മിലുള്ളത്. അതായത് ഡിപ്രീസിയേഷൻ, ക്യാപിറ്റൽസ് അല്ലെങ്കിൽ ബിൽഡിങ്സും മറ്റേ ക്യാപിറ്റൽ ഗുഡ്സും ഒക്കെ ഉണ്ടല്ലോ, മറ്റേ മെഷീൻസ്, ടൂൾസ്, ഇതിനൊക്കെ കാലക്രമേണ പഴക്കം വരും അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസിന് വ്യതിയാനം വരും. അതുകൊണ്ട് അതിൻ്റെ ആ ഡിപ്രീഷിയേറ്റഡ് ആയിട്ടുള്ള വാല്യൂം കൂടെ മൈനസ് ചെയ്യുമ്പോഴേ നമുക്ക് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് കിട്ടത്തുള്ളൂ. ഇതിൽ നിന്ന് കളയണം ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ ബി ഫൗണ്ടഡ് ബൈ ആഡിങ് എന്ത് നെറ്റ് ഫോറിൻ ഇൻകം ടു ദ എന്ത് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ നാഷണൽ ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അപ്പോൾ ഈ പോയിൻറ്റ്സും കൂടെ ആഡ് ചെയ്തോണം. പിന്നെ GDP GNP അടുത്ത് പറയുന്നതിന് മുമ്പ് പെർ ക്യാപിറ്റ ഇൻകം ഒരു ജസ്റ്റ് ഷോർട്ടായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ മെഷർ ഓഫ് ദി എമൗണ്ട് ഓഫ് മണി ഏൺഡ് പെർ പേഴ്സൺ ഇൻ എ നേഷൻ. അതായത് ഒരു രാജ്യത്ത് ഓരോ ആൾക്കാർക്കും ഏകദേശം എത്ര സമ്പാദിക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ എത്ര സമ്പാദിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അളവായിരിക്കും പെർ ക്യാപിറ്റ ഇൻകം തരുന്നത്. അത് ജസ്റ്റ് ഒരു ഡെഫിനിഷൻ പോലെ ആലോചിച്ച് വെച്ചാൽ മതി. ഈ ടേംസ് വെച്ചിട്ട് നമ്മളിനി അങ്ങോട്ട് അടുത്ത സെഷനിൽ പറയാൻ നേരം, അതായത് ഈ സബ് ടേംസ് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ടുള്ള ഫർദർ ടോപ്പിക്സ് പറയാൻ നേരം ഇതെന്താണെന്നുള്ളത് മസ്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇല്ലെങ്കിൽ ഈ ടേംസ് നമുക്ക് മനസ്സിലാവാതാകുമ്പോഴാണ് ആക്ച്വലി നമുക്ക് എക്കണോമിക്സ് കുറച്ചുകൂടെ പഠിക്കാൻ ബുദ്ധിമുട്ടാവുന്നത്. അപ്പോൾ ടേംസ് ആലോചിച്ച് വെച്ചോണം. ഇത് കണക്ട് ചെയ്തിട്ട് നമ്മളിനി സെൻറ്റൻസ് പറയാൻ നേരം ബുദ്ധിമുട്ട് വന്നേക്കല്ലേ. ഇനി GDPയും GNP ഇത് മസ്റ്റായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ഡിഫറൻസ് GDPയും GNPയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് അല്ലെങ്കിൽ അവർ തമ്മിലൊരു കണക്ഷൻ. GDP എന്ന് പറയുന്ന ഒരു ജോഗ്രഫിക്കൽ കൺസെപ്റ്റ് ആണെങ്കിൽ, ജോഗ്രഫി റിലേറ്റഡ് കൺസെപ്റ്റ് ആണെങ്കിൽ, GNP എന്ന് പറയുന്നത് സിറ്റിസൺ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതായത് എൻ്റെ മെയിൻലി അത് ഉദ്ദേശിച്ചത് എന്താ, GDP ഫോക്കസ് ഓൺ വെയർ ദ ഔട്ട്പുട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് വൈൽ GNP ഫോക്കസസ് ഓൺ ഹൂ പ്രൊഡ്യൂസ്ഡ് ഇറ്റ്. അപ്പോൾ രണ്ടും രണ്ട് വ്യത്യാസമായിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ GDP ഈസ് എ ലിറ്റിൽ മോർ ദാൻ ഇറ്റ്സ് GNP. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇന്ത്യയിൽ ഈ മൾട്ടിനാഷണൽ കമ്പനീസ് ഉണ്ടല്ലോ, അപ്പോൾ ഇവർ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ആൾക്കാർ ഉണ്ടാക്കുന്ന അല്ലെ ഇന്ത്യയിൽ മൾട്ടിനാഷണൽ കമ്പനീസ് പൊതുവെ കുറവാണ്. അപ്പം അവരുണ്ടാക്കുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ടല്ലോ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിൽ, അതും കൂടെ വരും. അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് കിട്ടും. കാരണം കമ്പനീസ് ആക്ച്വലി കുറവാണെങ്കിൽ അതിൻ്റെ ഒരു പ്രോഫിറ്റ് നമ്മുടെ രാജ്യത്ത് വീതിച്ച് പോകത്തില്ല. അതിൻ്റെ റീസൺ കൊണ്ടാണ് മെയിൻലി GDP ഇൻ ഇന്ത്യ ഈസ് എ സ്ലൈറ്റ്ലി മോർ ദാൻ ഇറ്റ്സ് GNP എന്ന് പറയുന്നത്. കാരണം വിദേശം നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, നമ്മുടെ നമ്മുടെ നാട്ടിൽ പൊതുവേ കുറവുണ്ട്, GNPയിൽ അത് വരത്തില്ല, സോറി. പക്ഷേ നാട്ടിലിപ്പോൾ റീസെൻ്റായിട്ടാണ് ആപ്പിൾ സ്റ്റോറൊക്കെ തുടങ്ങിയത്. അതല്ലാതെ നമ്മുടെ ഇന്ത്യയിലെ തനതായിട്ടുള്ള കമ്പനീസ് പുറത്തെ രാജ്യങ്ങളിൽ ഫാക്ടറീസോ ഇൻഡസ്ട്രീസോ ഒക്കെ തുടങ്ങും. അപ്പോൾ അങ്ങനെയുള്ളതിൻ്റെ എണ്ണം കുറവാണ് ആക്ച്വലി. അപ്പോൾ അങ്ങനെ എണ്ണം കുറയാൻ നേരം അവിടുത്തെ അല്ലെങ്കിൽ നമ്മുടെ നാഷണൽസ്, നമ്മുടെ ആൾക്കാർ അവിടുന്ന് ഇങ്ങോട്ട് കിട്ടുന്ന ഒരു ഇൻകം നമുക്ക് കുറയും. അപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇന്ത്യൻ ബ്രാൻഡ്, ഇപ്പോൾ ആപ്പിൾ അല്ലെങ്കിൽ US-ൻ്റെ, ഇപ്പം ജർമ്മനിയുടെ കാർ വേരിയൻസ്, അങ്ങനത്തെ കുറേ പോപ്പുലറൈസ്ഡ് ആയിട്ടുള്ള കമ്പനീസിന് ഇന്ത്യയിൽ ഷോറൂം ഉണ്ടെങ്കിലും ഇന്ത്യയുടെ തനതായിട്ടുള്ള അങ്ങനത്തെ എണ്ണത്തിൽ നമ്മൾ അച്ചൊരു മൾട്ടിനാഷണൽ കമ്പനീസിൽ പുറകിലാണ്. അതുകൊണ്ട് തന്നെ GNP നമുക്ക് കുറച്ച് കുറവായിരിക്കും. അതാണ് ആക്ച്വലി പറയേണ്ട പോയിന്റ്. പിന്നെ ആക്ച്വലി നമുക്ക് നമ്മുടെ നാട്ടിലും ഉള്ള ഇൻബോൺ കമ്പനീസ് കുറവാണെങ്കിലും മെയിൻലി ഇന്ത്യക്ക് GDP ഇച്ചിരി GNPയേക്കാൾ കൂടുതലാവുന്നതിൻ്റെ മെയിൻ റീസൺ നമ്മുടെ തനതായിട്ടുള്ള കമ്പനീസ് പുറത്ത് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ മൾട്ടിനാഷണൽ കമ്പനീസ് പുറത്തുള്ളത് കുറച്ച് കുറവാണ്. അതുകൊണ്ടായിരിക്കും അവർ GDP ഈസ് എ ലിറ്റിൽ മോർ ദാൻ ഇറ്റ്സ് GNP. ഇനി നോക്കിയാൽ ഗ്രോസ് വാല്യൂ ആഡഡ്, ആ ഒരു സംഭവം കൂടെ നോക്കണം. ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞാൽ GDP മൈനസ് ഇൻഡയറക്റ്റ് ടാക്സസ്. അപ്പം ഈ ടേംസ് ഈ ഇക്വേഷനകത്തും തിരിഞ്ഞു പോയാൽ ഇൻഡയറക്റ്റ് ടാക്സസ് ഇൻക്ലൂഡ് ചെയ്യുന്നൊരു ടെർമിനോളജി ഏതായിരുന്നു? GDP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ ഇൻഡയറക്റ്റ് ടാക്സ് വരും, സബ്സിഡീസ് ബൈ ദി ഗവൺമെൻറ് കുറയ്ക്കും. ഇവിടെ ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞാൽ GDPയിൽ നിന്നും ഇൻഡയറക്റ്റ് ടാക്സസ് കുറയ്ക്കും. അതായത്
എ കൊമോഡിറ്റി പ്രൈസ് ഈസ് നോൺ ആസ് എ ബേസ് പ്രൈസ് വൺ ഇറ്റ്സ് ഇൻഡയറക്റ്റ് ടാക്സസ് ആർ ഡിഡക്റ്റഡ് ഫ്രം ഇറ്റ്സ് മാർക്കറ്റ് പ്രൈസ്. അതായത് നമ്മളിപ്പോൾ എന്ത് സാധനം മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ നേരം അതിനകത്ത് ടാക്സും കൂടെ ചേർത്തിട്ടുള്ള വില കിട്ടുന്നത്, അത് മാറ്റാൻ നേരം നമുക്കൊരു കൊമോഡിറ്റിയുടെ ബേസ് പ്രൈസ് കിട്ടും. അപ്പം ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നതും ഏകദേശം എന്തായിരിക്കും, ഇങ്ങനെ കിട്ടുന്ന ബേസ് പ്രൈസസിൻ്റെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയും ഇതുപോലെ കിട്ടുന്ന ഇവരുടെ ബേസ് പ്രൈസസിൻ്റെ ഒരു ടോട്ടൽ അഡീഷൻ അല്ലെങ്കിൽ അഡിറ്റീവ് വാല്യൂ ആയിരിക്കും എന്ത് ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറയുന്ന അളവ് തരുന്നത്. അതായത് when the base prices of all the goods and services are added up, it gives the gross value added and it helps to determine the എന്ത് ലിങ്ക് ബിറ്റ്വീൻ GDP ആൻഡ് ടാക്സ്. അതായത് ടാക്സ് ബോയൻസി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, നമ്മളത് അടുത്ത സെഷനിൽ നോക്കുന്നതായിരിക്കും. ഇതെങ്ങനെ GDPയും ടാക്സും തമ്മിൽ ലിങ്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അടുത്ത സെഷനിൽ മസ്റ്റായിട്ട് നോക്കും. അത് കാണാതിരിക്കൽ അത് മസ്റ്റായിട്ടും വൈറ്റലായിട്ടൊരു പോയിൻ്റാണ്. അപ്പോൾ ഇത്രയും സെഷനിൽ നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ടെർമിനോളജി GNP, GDP, GVA എന്നുള്ള ടേംസ് ഒക്കെ പഠിച്ചു. ഇത് മസ്റ്റായിട്ട് നോക്കിക്കോണം. ഇത് നോക്കിയിട്ട് ഇനി ഇത് വെച്ചിട്ട് അങ്ങോട്ടുള്ള സെഷനിൽ നമ്മൾ കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരം ഇതെന്താണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരരുത്, അത് ക്ലാരിഫൈ ചെയ്ത് പൊക്കോണം. പിന്നെ ഈ ലിങ്കിൻ്റെ കാര്യം GDPയും ടാക്സും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു, അല്ലെ ഇതിനെ ലിങ്ക് ചെയ്യാനായിട്ട് ഗ്രോസ് വാല്യൂ ആഡഡ് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള നെക്സ്റ്റ് സെഷനിൽ നോക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ നാഷണൽ ഇൻകത്തിൻ്റെ സെക്കൻഡ് പാർട്ടായിരിക്കും നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് മസ്റ്റായിട്ടും കണ്ടിട്ടേ നിങ്ങൾ സെക്കൻഡ് പാർട്ട് വാച്ച് ചെയ്യാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ സെഷൻ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത സെഷനിൽ നാഷണൽ ഇൻകമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.